ഇരട്ടക്കൊലക്കേസ് പ്രതി അമിത്തിന്റെ വൈദ്യപരിശോധന അല്പസമയം മുമ്പ് പൂർത്തിയായിരുന്നു. കോട്ടയം ജില്ലാ ആശുപത്രിയിലാണ് വൈദ്യപരിശോധന നടത്തിയത്. പ്രതി CCTV ഹാർഡ് ഡിസ്ക് ഉപേക്ഷിച്ച തോടിന് സമീപമാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹാർഡ് ഡിസ്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പക്ഷേ അതിനകത്ത് പോലീസ് പ്രതീക്ഷിക്കുന്ന പോലെ മുഴുവൻ വിഷ്വൽസും ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്നു കാണണം. എന്തായാലും അതിന് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, ഇപ്പോഴും ആ തോടിന് സമീപത്ത് തന്നെയാണോ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ നടക്കുന്നു? തെളിവെടുപ്പ് തോടിന് സമീപത്തെ പൂർത്തിയായിട്ടുണ്ട്. ഈ തോടിന് സമീപം നടത്തിയ തെളിവെടുപ്പിലാണ് ഏറ്റവും നിർണായകമായ CCTV ഹാർഡ് ഡിസ്ക് ലഭിച്ചത്. പ്രതി ഈ കൃത്യം നടത്തിയ വീടിന് സമീപത്തുള്ള വഴിയിലൂടെ 500 മീറ്ററോളം മുന്നോട്ട് നടന്ന് അതിന് സമീപമുള്ള പഞ്ചകം തോടെന്ന തോട്ടിലാണ് ഈ CCTV ഹാർഡ് ഡിസ്ക് ഉപേക്ഷിച്ചത്. അവിടെ അരമണിക്കൂറോളം മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ മുങ്ങി പരിശോധിച്ചപ്പോഴാണ് ഇപ്പോൾ CCTV ഹാർഡ് ഡിസ്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ CCTV ഹാർഡ് ഡിസ്ക് വെള്ളത്തിൽ ഇത്രയും ദിവസം കിടന്നതിനാലും ഇതിൽ നിന്നും പൂർണ്ണമായും ദൃശ്യങ്ങൾ ശേഖരിക്കാനാകുമോ അല്ലെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാണ്. ഒരുപക്ഷെ അത് പൂർണ്ണമായും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് അന്വേഷണത്തിന് നേട്ടമാണ്. അതോടൊപ്പം തന്നെ കോടതി നടപടികളിൽ പ്രോസിക്യൂഷന് ഏറ്റവും നിർണായക തെളിവായി ഈ CCTV ദൃശ്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ഈ വീടിന്റെ 4 വശത്തും, അതായത് കൃത്യം നടന്ന തിരുവാതിക്കലിലെ ശ്രീശൈലം വീടിന്റെ 4 വശത്തും CCTVകളുണ്ട്. അതുകൂടാതെ വീടിനകത്തും CCTV ഉണ്ട്. ഈ CCTVകളിലെ ദൃശ്യങ്ങൾ പൂർണ്ണമായും ഈ ഹാർഡ് ഡിസ്കിലുണ്ട് എന്നതാണ് പോലീസ് നിഗമനം. അതുകൊണ്ട് തന്നെ ആ CCTV ഹാർഡ് ഡിസ്ക് പൂർണ്ണമായും ദൃശ്യങ്ങൾ റിക്കവർ ചെയ്യുകയാണെങ്കിൽ അത് കേസിന് ഏറ്റവും സഹായകരമാകും. എന്തായാലും ഇനിയിപ്പോൾ ഈ തോടിന് സമീപത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ പ്രതിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വീട്ടിലെത്തിച്ച ശേഷം വീട്ടിൽ ഈ കൃത്യം നടത്തിയ റൂമിലും അതോടൊപ്പം കൃത്യം നടത്തിയ രീതിയും ഒക്കെ പ്രതിയോട് പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് തന്നെ തെളിവെടുപ്പ് നടപടികൾ പൂർണ്ണമായും പൂർത്തിയാക്കിയ ശേഷം നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എന്തായാലും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അടുത്തൊരു റൗണ്ട് കൂടി ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഈ പ്രതി മാത്രമേ ഉള്ളൂ, കൂടുതൽ പ്രതികൾ ഈ കേസിലില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 കാര്യങ്ങളാണ് പ്രതിയെ ഈ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. ഒന്ന്, ഇയാളെ അറസ്റ്റ് ചെയ്തു ജയിലിൽ ആക്കി. അത് ഈ വിജയകുമാറിന്റെ പരാതിയിലാണ്. ആ പരാതിയിൽ തന്നെ ആ പരാതി കൊടുത്തതാണ് വിജയകുമാറിനോടും മീരയോടുമുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം. രണ്ടാമത്തെ കാരണം, താൻ ജയിലിൽ പോയപ്പോൾ തന്റെ പെൺ സുഹൃത്ത് തന്നെ ഉപേക്ഷിച്ചു പോയി എന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഈ ശത്രുത വർദ്ധിക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ ഈ ജയിലിൽ കിടന്നപ്പോൾ തന്നെ ഇവരെ രണ്ടുപേരെയും വകവരുത്തണമെന്നുള്ള തീരുമാനം താൻ എടുത്തിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് പ്രതി മൊഴി നൽകിയത്. എന്തായാലും ഇന്ന് വൈകിട്ടും ഇയാളിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകും. എന്തായാലും ഇന്ന് രാവിലെ തൃശ്ശൂര് ആലത്തൂരിന് സമീപത്തെ കോഴി ഫാമിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴായിരുന്നു പ്രതിയെ പിടികൂടിയത്. നേരത്തെ കേസിൽ ഇയാൾക്ക് ജാമ്യത്തിന് വേണ്ടി ജാമ്യം നിന്ന 2 സ്ത്രീകളെയും അതോടൊപ്പം ഇയാളുടെ സഹോദരനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം അവരെ ആവശ്യമെങ്കിൽ ഈ കേസിൽ പ്രതി ചേർക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നാടിനെ നടുക്കിയ അരിൻ കൊലയുടെ പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ പിടികൂടുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. ശരി, അമിത് എന്ന 25 വയസ്സുകാരനായ അസം സ്വദേശിയാണ് തിരുവാതുക്കലിൽ 2 പേരെ അരും കൊല ചെയ്തത്. 24 മണിക്കൂറിനകം തന്നെ ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. എങ്കിൽ കൂടിയും ഇപ്പോഴും
ദുരൂഹത പൂർണ്ണമായും ഇതിനകത്തുള്ള ദുരൂഹത പൂർണ്ണമായും നീക്കാനായോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. ഈ 25 വയസ്സുള്ള അമിത്, അയാൾ നേരത്തെ ജയിലിൽ പോയതിൻ്റെ പക കാരണം ഈ രണ്ടുപേരെയും വലിയ ആസൂത്രണത്തിനൊടുക്കം കൊലപാതകം നടത്തി എന്നതാണ് പോലീസ് പറയുന്നത്. അക്കാര്യത്തിൽ തെളിവുകളെല്ലാം ശേഖരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CCTV ഹാർഡ് ഡിസ്ക് കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് പോലീസ് ഉദ്ദേശിക്കുന്ന പോലെയുള്ള അന്ന് ഈ കൊലപാതകം നടക്കുന്ന ഘട്ടത്തിലുള്ള പൂർണ്ണമായ വിഷ്വൽസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അതൊരു നിർണായകമായ തെളിവായി മാറും. അതുണ്ടോ, ഈ വിഷ്വൽസ് എല്ലാം, ദൃശ്യങ്ങളെല്ലാം അമിത് തന്നെ അതിനകത്ത് നീക്കിയിട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു. ജോസി ബാബു തുടരുന്നുണ്ട്. ജോസി, ഇന്നിനിപ്പോൾ 5:30 മണിയോട് അടുക്കുന്നു. തെളിവെടുപ്പ് എത്ര നേരം കൂടി ഇന്നത്തെ തെളിവെടുപ്പ് തുടരാൻ സാധ്യതയുണ്ട്? ഇനിയുള്ള പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാവും? PC കേവലം 500 മീറ്റർ മാത്രമാണ് ഈ വീടും റോഡും തമ്മിലുള്ള ദൂരം. ഇന്ന് തന്നെ പ്രതിയെ ഇപ്പോൾ തോട്ടിലിന് സമീപത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പരമാവധി ഇന്ന് തന്നെ ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന കടമ്പ. കാരണം ഇന്ന് ഈ വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് ഇത്രയും പ്രമാദമായ കേസായതിന് പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്നതും അതോടൊപ്പം പോലീസ് ചോദ്യം ചെയ്യാൻ എത്തിക്കുന്നതും അതോടൊപ്പം തെളിവെടുപ്പിന് എത്തിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ അത്തരം പരമാവധി ഇന്ന് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുവാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. നാളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചറിയേണ്ടതുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അടുത്ത റൗണ്ട് ചോദ്യം ചെയ്യൽ നാളെ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. പിന്നീട് ആവശ്യമെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡി അപേക്ഷയും മറ്റു നടപടിക്രമങ്ങളിലേക്കും പോലീസ് കടക്കും. എന്തായാലും ദ്വിഭാഷിയുടെ സഹായത്തോടു കൂടിയാണ് 1.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായ കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്നത്. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇയാളിൽ നിന്നും ലഭിച്ചത്. ജോസി, എന്തായാലും തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസ് പ്രതി അമിത്തിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ജോസി.